കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവല്ലൂർ സ്വദേശി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതൻ ഭാസ്കറിനെയാണ് ചോദ്യം ചെയ്തത്. പ്രതി റിബേഷ് രാമകൃഷ്ണന് കാഫർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതനിൽ നിന്നാണ് സൂചന. ജിതൻ ഭാസ്കറിന്റെ ഫോണും കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജി, SIT വളരെ സുപ്രധാനമായ നീക്കം ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് പ്രകാരം ഇന്ന് തന്നെ ആ നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക ഏറെ ശ്രമകരമാണ്. ഇപ്പോൾ ഈ പ്രചരിപ്പിച്ചവർ ആരൊക്കെയാണ്, അവരെ വിളിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്? പ്രബിൻ, ഒരു നിർണായകമായ വഴിത്തിരിവിലേക്കാണ് SIT സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ എല്ലാവരും കേട്ടൊരു പേരാണ് ഡിവൈഎഫ്ഐ നേതാവായ റിബേഷ്. എന്നാൽ കാഫർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിൻ എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. യുടെ തിരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ഈ ജിതിൻ ഭാസ്കറിനെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയും അദ്ദേഹം ജിതിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നത്. വിശദമായി തന്നെ ജിതിന്റെ ഫോൺ പരിശോധനയ്ക്കായി ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറെ വിവാദമായ കാഫർ സ്ക്രീൻഷോട്ടിൽ ഒരു നിർണായകമായ മൊഴിയാണ് ഈ ഘട്ടത്തിൽ ജിതിൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് അറിയില്ല എന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ജിതിൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ ജിതിൻ വടകര സ്ക്വാഡ് എന്ന സൈബർ ഗ്രൂപ്പിന്റെ അഡ്മിനും വടകര തിരുവള്ളൂർ സ്വദേശിയുമായ ജിതിനെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. അതായത് ഈ കാഫർ സ്ക്രീൻഷോട്ട് ആദ്യം വ്യാപകമായി പ്രചരിച്ചത് ഈ വടകര സ്ക്വാഡ് എന്ന CPIM അനുകൂല സൈബർ ഗ്രൂപ്പാണ് വടകര സ്ക്വാഡ്. ആ വടകര സ്ക്വാഡിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ജിതിൻ ഭാസ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഈ SITയുടെ ഈ അന്വേഷണം ഇന്നലെ മുതലാണ് SIT കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ ജിതിൻ ഭാസ്കറിനെയും വടകര സ്ക്വാഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെയും ഇതിനു മുൻപത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നില്ല. അവർ ചോദ്യം ചെയ്തിരുന്നത് പോരാളി ഷാജി, ഒപ്പം തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ അടക്കമുള്ള സൈബർ പേജുകളുടെ അഡ്മിന്മാരെ മാത്രമായിരുന്നു അന്ന് ചോദ്യം ചെയ്തത്. ഈ റിബേഷ് രാമകൃഷ്ണനെയും അന്ന് ചോദ്യം ചെയ്തിരുന്നു. ഒരിക്കലും ജിതിൻ ഭാസ്കറിലേക്ക് അന്ന് കേസ് എത്തിയില്ല. പക്ഷേ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ വഴിത്തിരിവ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം തൃപ്തികരമാണ് എന്നാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയ M മെഹബൂബ് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിലത്തെ അന്വേഷണത്തിനെതിരെ ആക്ഷേപങ്ങൾ ഒന്നും തന്നെയുമില്ല, കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു പ്രതികരണമാണ് CPIMന്റെ ഭാഗത്തു നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അവർ നൽകുന്ന ഒരു വിശദീകരണം. പ്രഭിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.